ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പനരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനരിപ്പൂൽ വരാനിരിക്കുന്ന ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും വിവാഹ വാർഷികം വളരെ ഗംഭീരമായി തന്നെ നടക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് സച്ചിൻ രേവതിയും ചേർന്ന് ഇരുവർക്ക് പാട്ട് പാടി കൊടുക്കുന്നുണ്ട്. മാത്രമല്ല സുധിയുടെ ഫ്രണ്ട് വന്ന് മിമിക്രി അവതരിപ്പിക്കുന്നു, ചന്ദ്രയുടെ ഡാൻസ്, അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു വിവാഹ വാർഷികം നല്ല അടിപൊളിയായി തന്നെ അവർ ആഘോഷിക്കുന്നുണ്ടല്ലേ. അതിനിടയിൽ തന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ കാണിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ ദേവു. മറുവശത്ത് ദേവുവിൻ്റെ കാമുകനാണ് കാര്യം വ്യക്തമാണ്. അതേ രീതിയിൽ ദേവ് ഫോം വിളിക്കുന്ന എല്ലാം തന്നെ നമ്മൾ കണ്ടതാണല്ലേ. അത് ആരാണെന്നും എന്താണെന്നും ഉള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത്. എപ്പിസോഡോടുകൂടി തന്നെ മനസ്സിലാകുന്നുണ്ട് ദേവുവിനൊരു കാമുകനുണ്ടെന്നുള്ള കാര്യം. അത് ആരാണെന്നുള്ളത് ദേവ് പറയുന്നില്ല എങ്കിലും താനൊരു സാധാരണ കുടുംബത്തിലെ പൂക്കിട്ടുന്ന ഒരുവളാണെന്നും തൻ്റെ ഫാമിലി ദാരിദ്ര്യത്തിലുള്ളവളാണെന്നും നിങ്ങളെപ്പോലെ വലിയൊരു ഉദ്യോഗസ്ഥാനത്ത് നിൽക്കുന്നവരെ പ്രണയിക്കാനുള്ള അർഹതയൊക്കെ എനിക്കുണ്ടോ എന്നൊക്കെ രീതിക്കാണ് നമ്മുടെ ദേവ് ചോദിക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു മറുവശത്ത് നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ വലിയൊരു ഉദ്യോഗസ്ഥനാണെന്നും സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരാളാണെന്നും. നമ്മുടെ തമിഴുമായിട്ട് ബന്ധപ്പെടുത്തിയെന്ന് ഞാൻ പറയാമേ. പിന്നെ മാറ്റം എന്താണെന്ന് വെച്ചാൽ തമിഴിൽ നിന്ന് മലയാളത്തിൽ ഒരുപാട് മാറ്റം വരുത്തുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ദേവുവിൻ്റെ കാമുകനായി വരുന്ന വ്യക്തിയെ തമിഴിൽ കാണിച്ചതിന് ശേഷമാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നതും പിന്നീട് പ്രണയത്തിലാവുന്നതെല്ലാം തന്നെ. ആ ഒരു വ്യക്തിയെന്ന് നമ്മുടെ സച്ചിയുടെ ശത്രുവായിട്ടാണ് ആദ്യമേ അദ്ദേഹത്തെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. അയാളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. സച്ചിയും ഇയാളും തമ്മിൽ വഴക്കുണ്ടാക്കുകയും അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് സുഖമില്ല വരുന്ന സമയത്ത് ദേവുവിൻ്റെ ഹോസ്പിറ്റലിൽ ചെന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്താണ് ദേവും ഇയാളും തമ്മിൽ പരിചയപ്പെടുന്നതും പിന്നീട് ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നു. അപ്പം നമ്മുടെ മലയാളത്തിലേക്ക് വന്ന സ്ഥിതിക്ക് ഈ ഒരു കഥയിൽ ചെറിയ മാറ്റം ഉള്ളത് കൊണ്ട് തന്നെയും ഈ ഒരു വ്യക്തി എന്നത് ഉയർന്ന സ്ഥാനത്തുള്ളതായതുകൊണ്ട് തന്നെയും ഇതൊരു പോലീസുകാരനാവാനാണ് സാധ്യത. മാത്രമല്ല സച്ചി ഇദ്ദേഹം തമ്മിൽ വഴക്കുണ്ടാക്കുകയും പിന്നീട് ഇദ്ദേഹം മനഃപൂർവ്വമായി തന്നെ സച്ചി പോലീസ് കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പല കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ തമിഴിലുള്ള പോലെ തന്നെയാണ് ഇതിന് വരാൻ പോകുന്നത്. കുറച്ച് അടിപൊളിയുള്ള ത്രില്ലിംഗ് എപ്പിസോഡുകൾ തന്നെയാണ്. കാരണം ഇവർ തമ്മിലുള്ള വഴക്കും പിന്നീട് നമ്മുടെ ദേവവും ഇദ്ദേഹവും തമ്മിലുള്ള പ്രണയവും പിന്നീട് സച്ചി അറിയുന്നതും എല്ലാം തന്നെ നല്ല അടിപൊളി എപ്പിസോഡുകൾ, അതിലുപരി ചെറിയ ഇമോഷണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.